യെസ്, പാലോട് സന്തോഷ്, ഈ ഗൂഢാലോചനയിൽ ഭാഗവാക്കായിട്ടുള്ള മറ്റുള്ളവർ ആരൊക്കെയാണ്? ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുറത്തു നിന്നുള്ള ചില ഏജൻസികൾ അല്ലേ, അവരും കരുനീക്കിയില്ലേ? ഞാൻ അങ്ങയോട് ഒരു കാര്യം പറയാം. ഇപ്പോ ഈ ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നത് ഇത് നിങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ ജനം ടിവിയെങ്കിലും ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഇവിടെ രാഷ്ട്രീയ ഗൂഢാലോചന വളരെ വ്യക്തമാണ്. ഇപ്പൊ ശ്രീജിത്തിനെ പോലെ, ശ്രീജിത്ത് എല്ലാ വിഷയങ്ങളും നല്ല പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ ശ്രീജിത്തിന് പോലും ഇതിന്റെ എത്രമാത്രം എന്താണ് ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായെന്നുള്ള വ്യക്തമല്ല. അത് അറിയേണ്ടതുണ്ട്. അതായത് ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ നടന്ന ഒരു തിരക്കഥയാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായത്. അതിൽ ക്രയോജനിക് പ്രോജക്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ശശികുമാർ. അപ്പൊ ശശികുമാറും മറിയൻ റഷീദയും കൂടി ഫോണിൽ സംസാരിച്ചത് കൊണ്ട് ആ ക്രയോജനിക് പ്രോജക്റ്റിലുള്ള മുഴുവൻ പേര്, അന്ന് നമ്പിനാരായണൻ ഡയറക്ടറാണ്, ഇവരെല്ലാവരും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്തു. പിന്നെ ഒരു കാര്യം, ഈ സിബി മാത്യൂസ് എന്ന് പറയുന്ന ആള് നമ്പിനാരായണനെ വരെ അറസ്റ്റ് ചെയ്ത് IB-ക്ക് കൈമാറിയിട്ടാണ് CBI അന്വേഷണം എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചന കണ്ടറിയണ്ടേ? ഈ രാഷ്ട്രീയ നേതൃത്വങ്ങളെല്ലാം മൗനം പാലിച്ചാൽ മതിയോ? ഇത് സമൂഹം അറിയണ്ടേ? ഇത് വളരെ വ്യക്തമായി ഞാൻ പറയാം. ഇതിന്റെ പിന്നിൽ ഒരു രാജ്യത്തിന്റെ വികസനങ്ങളെ അട്ടിമറിക്കുന്നതിന് നടന്ന ഒരു അന്തർദേശീയ ഗൂഢാലോചന ഒരു ഭാഗത്തും, മറുഭാഗത്ത് K. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് നടന്ന ഒരു ഗൂഢാലോചനയും. ആ ഗൂഢാലോചന ഉണ്ടായി എന്ന് നിങ്ങളോട് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ നേതാക്കൾ നിരവധി കോൺഗ്രസിന്റെ പ്രധാന റോൾ ഇന്നുമില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അവരോട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ മറുപടി പറയുന്നില്ല? നമ്പി നാരായണനോട് മാപ്പ് പറയാൻ ഇവർ തയ്യാറാകണ്ടേ? കരുണാകരനോട് മാപ്പ് പറയാൻ തയ്യാറാകണ്ടേ? ഈ കേരള സമൂഹത്തിലെ ഇത്രയും അധികം മോശമായ അവസ്ഥ കൊണ്ടെത്തിച്ച കോൺഗ്രസ് കരുണാകരനെ ഉൾപ്പെടെ കൊണ്ടെത്തിച്ചില്ലേ? എന്താ IG രമൺ ശ്രീവാസവ നിരപരാധി ആയതുകൊണ്ട് IG രമൺ ശ്രീവാസവയ്ക്ക് നടപടിയെടുക്കുന്നില്ല? മറിയൻ റഷീദ് IB കൊണ്ടുപോയി മർദ്ദിക്കുമ്പോ ഇവർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എന്നെ അടിച്ചാൽ ഞാൻ IG-യോട് പറയുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ബാംഗ്ലൂരിലുള്ള ബറ്റാലിയൻ IG ആണ്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ IG രമൺ ശ്രീവാസവയാക്കി മാറ്റി. ഞാൻ മനസ്സിലാക്കുന്നു മറിയൻ റഷീദയുടെ തുടഭാഗം അടിച്ചു പൊട്ടിച്ചിട്ട് രമൺ ശ്രീവാസവയുടെ ഫോട്ടോ കൊണ്ട് കൊടുത്തിട്ട് ഇതാണ് ഇന്ന ആളെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട അവസ്ഥ വന്നു. അത് കേരള ഒന്നതിൽ ന്യൂസായി വന്നു. മറ്റു പല അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിനകത്ത് മറ്റും ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ വ്യക്തമായി, ഈ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ടവർ പറയുക തന്നെ വേണം. ഇതിന്റെ പിന്നിൽ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൂഢാലോചന നടക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറേണ്ട ഒരു സംഭവം കൂടി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ്. തെറ്റുപറ്റി തിരുത്താം. ഇപ്പോ CBI അന്വേഷണം ആരാ പറഞ്ഞത്? സിബി മാത്യൂസ് അല്ലേ പ്രപ്പോസ് ചെയ്തത്? എന്നിട്ട് സിബി മാത്യൂസ് എന്ന് പറഞ്ഞ CBI അന്വേഷണം ശരിയല്ലെന്ന് പറഞ്ഞാലോ? ഇപ്പൊ എവിടെ പോയി സിബി മാത്യൂസ്? ദയവ് ചെയ്ത് നിങ്ങൾ പല സത്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ എത്ര വലിയ സത്യത്തെ മൂടി വെച്ചാലും, സത്യം മറച്ചു വെച്ചാലും അത് അസത്യമായി മാറത്തില്ല. അസത്യം എത്ര നാള് മറച്ചു വെച്ചാൽ അത് സത്യവുമാകത്തില്ല എന്ന് പറയുന്നത് പോലെ ഇതിപ്പോ വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബന്ധപ്പെട്ടവർ വളരെ വ്യക്തമായി മറുപടി പറയണ്ടേ? പല സമയങ്ങളിൽ ഞാൻ നമ്പിനാരായണൻ ചേട്ടനോട് സംസാരിക്കുമ്പോ എന്നോട് പറഞ്ഞു, പലപ്പോഴും പല പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു, നമ്പി ഈ കേസ് ഇതിൽ നിന്ന് പിന്മാറി പോട്ടെ, അതങ്ങ് കളയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിയില്ല. കാരണം ഇത് എന്റെ ജീവൻ അല്ല, എന്റെ സ്ഥാനം നഷ്ടപ്പെട്ടതോ ഞാൻ അനുഭവിച്ചതോ അല്ല. ഈ രാജ്യം വികസനത്തിന് വേണ്ടി എന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളോളം പല രാജ്യങ്ങളിലും പോയി പഠിച്ച് അവസാനം ക്രയോജനിക് സാങ്കേതിക വിദ്യ റഷ്യയിലെ ഗ്ലാസ് ബോസ് കമ്പനിയുമായി ഒപ്പിട്ടു. ആ ഒപ്പിട്ടതിനെ അട്ടിമറിക്കപ്പെടുന്നു. ആ ഒപ്പിട്ട ദിവസം ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതെന്തിന്റെ പേരിൽ? മറ്റൊരു രാജ്യം പറയുന്നു ഇന്ത്യയുമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അണ്ടർകട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ റഷ്യയിലെ ഗ്ലാസ് ബോസും ISROയും തമ്മിൽ ഒപ്പിട്ട കരാർ റദ്ദ് ചെയ്തു. അതിന്റെ പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങൾക്ക് വേണ്ടി ഈ സാധനങ്ങൾ കുറെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സത്യമാണ്. നമ്മുടെ രാജ്യത്തിലേക്കാണ് കൊണ്ടുവന്നത് അനിൽ നമ്പ്യാർ. നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നതിന് ഇവിടെ 2020 പോലും ഇല്ലാത്ത സാധനം ഇവിടെ നിന്ന് കള്ളക്കടത്ത് നടത്തിയെന്നാക്കി. അതിന്റെ അർത്ഥം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? പാകിസ്ഥാൻ പല മീറ്റിങ്ങുകളും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിലെ ISRO എന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടാക്കുന്ന സ്ഥാപനമാണെന്ന് ലോക മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ അതിന് പിന്തുണ കൊടുക്കുന്ന പ്രഖ്യാപനമല്ലേ സിബി മാത്യൂസും ഈ RD ശ്രീകുമാറും ചെയ്തത്? പാകിസ്ഥാന്റെ വാദമല്ലേ ഉണ്ടായത്?
ISR ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് വികസനങ്ങൾ മറ്റുള്ള ചർച്ച ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്ഥാപനത്തിന് ലോകത്തിന്റെ മുമ്പിൽ മിസൈലും ബോംബും ഉണ്ടാക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് ഇവർ. ഇവർ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾ ഈ സമൂഹം തീരുമാനിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഇത് നമ്മൾ നോക്കിക്കാണുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അഭിപ്രായം പറയുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ, KPCC പ്രസിഡന്റ് ആയിക്കോട്ടെ, CPM നേതാക്കളായിക്കോട്ടെ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാത്തിനും അഭിപ്രായം പറയുമല്ലോ. ഈ വിധിയുമായി ബന്ധപ്പെട്ട് വന്ന് എന്റെ അനിൽ നമ്പ്യാർ എത്ര വർഷം ഏതെല്ലാം കോടതി വിധി വന്നിട്ടുണ്ട്, എത്ര നേതാക്കൾ ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇതിനൊന്നും വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, രണ്ടൊന്ന് ഭയത്തിന്റെ ഭാഗമായിരിക്കാം. അതുകൊണ്ട് ഇത് ജനം TV എങ്കിലും ഇത് പിന്തുടർന്ന് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്കറിയാം. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് ഏകദേശം ഒരു 10-20ഓളം പേജുള്ള ഒരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കണം എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ ഈ ചർച്ചയിലൂടെ പറയുന്നു, നിങ്ങൾ ഇതിൽ നിന്നും പിറകോട്ട് പോകരുത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ വികസനങ്ങളെയും രാഷ്ട്രീയ ഗൂഢാലോചനയും നടത്തിയവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സംവിധാനം വരെ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. അതോടൊപ്പം തകർന്നുപോയ നമ്പി നാരായണനെ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, നല്ലത് തന്നെ, അദ്ദേഹം അത് കേട്ട് ആസ്വദിക്കട്ടെ. അതിലേക്ക് അദ്ദേഹത്തിനുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഇതിലൂടെ അദ്ദേഹത്തിന് ഒരു സന്തോഷം ഉണ്ടാകട്ടെ. പക്ഷേ ഞങ്ങളെ മുമ്പിൽ പൊട്ടിക്കരയുമ്പോൾ ഞങ്ങൾക്ക് തകർന്നു വീണത് ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ ഒരു മനുഷ്യന്റെ വേദന കണ്ടു. ഞങ്ങളെ മുമ്പിൽ അത് കരഞ്ഞു. ഞാനും രാമേന്ദ്രൻ മാഷ് ഉൾപ്പെടെ അവിടെ പോയപ്പോ. അതുകൊണ്ട് ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പിന്നിൽ നിന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളാണ്. പക്ഷേ ഒരു കാര്യം കുറ്റവാളികളെ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ മറച്ചു വയ്ക്കരുത്, അവരെ പുറത്തു കൊണ്ടുവരണം. തീർച്ചയായും നമ്മളുണ്ട്. പാലോട് സന്തോഷ് കൂടെ. താങ്കൾ ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ആദ്യന്തം. ആ ഗൗരവം മനസ്സിലാക്കുന്നു.